ഹലോ നമസ്കാരം. എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ ഇൻവെൻട്രി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ സോഫ്റ്റ്വെയറിൽ ചെറിയ മാറ്റങ്ങൾ, പുതിയൊരു അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ. അപ്പോൾ എല്ലാവരും നമ്മൾ ഇൻവെൻട്രി ചെയ്യുമ്പോൾ ഇൻവെൻട്രി അഡ്ജസ്റ്റ്മെൻറ്റിൽ കൊടുക്കുമ്പോൾ ന്യൂ എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കുക അല്ലേ. ഇൻവെൻട്രി അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇതിൽ എംപ്ലോയി കൊടുക്കും, ഏത് അക്കൗണ്ടിലാണ്, ഏത് അക്കൗണ്ടിൽ നിന്നാണെന്നൊക്കെ കൊടുക്കും. എന്നിട്ട് നമ്മൾ ഐറ്റം കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മുകളിൽ റീസൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ റീസണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡാമേജ്, ഐറ്റം ഷോർട്ട്, ലീക്കേജ്, ഇങ്ങനെ 3 കാറ്റഗറി കാണും. ഇതിലേതെങ്കിലും കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ട് മാത്രമേ നമ്മുടെ ഷോർട്ടേജുകളുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ ലീക്കുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ ഡാമേജുള്ള സാധനങ്ങൾ, ഇങ്ങനെ 3 കാറ്റഗറിയിൽ നിന്നാണ് നമുക്ക് സാധനങ്ങൾ ഉണ്ടാവുക. എന്തെങ്കിലും ഏതെങ്കിലും ഒരു ഷോപ്പിൽ കൊടുത്തിട്ട് അവിടുന്ന് ലീക്ക്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറിൽ നിന്ന് ലീക്ക്, അപ്പോൾ അത് ലീക്കേജ് എന്നുള്ള കാറ്റഗറിയിൽ മാത്രമേ ഉൾപ്പെടുത്താവൂ. അതേപോലെ ഡാമേജ്, വീർത്തിട്ടോ കംപ്ലയിൻറ്റ് വന്നിട്ടോ എന്തെങ്കിലും വന്നത്, അത് ഡാമേജിൻ്റെ കാറ്റഗറിയിലും, ഐറ്റം നമ്മുടെ സ്റ്റോറിൽ നിന്നോ ആരുടെയും അടുത്തുനിന്ന് ഷോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഷോർട്ട് എന്നുള്ള കാറ്റഗറിയിൽ മാത്രമേ ഉൾപ്പെടുത്താവൂ. ഇത് 3ഉം മാനേജ്മെൻറ്റിൻ്റെ പെർമിഷൻ കൂടാതെ, ഉറപ്പ് വരുത്താതെ ചെയ്യരുത്. ഇത് നിങ്ങൾ ആരുടെ പെർമിഷനാണോ എടുക്കേണ്ടത്, നിങ്ങളുടെ അപ്രൂവൽ ആരതാണോ എടുക്കേണ്ടത് വെച്ചാൽ അവരോട് ചോദിച്ച് കൺഫേം ആക്കിയതിന് ശേഷം മാത്രമേ ഡാമേജ്, ഐറ്റം ഷോർട്ടേജ്, ലീക്കേജ് ഇത്രയും കാര്യങ്ങൾ ചെയ്യാവൂ. അപ്പോൾ ഇതിലേതെങ്കിലും കാറ്റഗറിയിൽ, ഇത് നമ്മൾ കാറ്റഗറിയിൽ മാത്രമേ നിങ്ങൾ ഇൻവെൻട്രി അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം നമുക്ക് റിപ്പോർട്ട് കിട്ടും. ലീക്കേജ്, ഇപ്പോൾ ഒരു റൂട്ടിൽ നിന്ന് ടോട്ടൽ എത്രയാണ് ലീക്കേജ് വന്നത്. അപ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്യും, റിപ്പോർട്ട് എടുക്കുക. റിപ്പോർട്ടിൽ ഐറ്റം വൈസർ ഇൻവെൻട്രി അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ള റിപ്പോർട്ട് നമുക്ക് നോക്കിയാൽ നമുക്ക് റീസൺ ബേസ്ഡ് നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും. ലീക്കേജ് ഇന്ന റൂട്ടിൽ നിന്ന് എത്ര വന്നു, ഇപ്പോൾ ലീക്കേജിൻ്റെത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്ര വന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഓരോരുത്തരും ഇൻവെൻട്രി അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ 3 കാറ്റഗറിയിൽ ഏതിലാണോ ഉൾപ്പെടുന്നത് അതിൽ ഉൾപ്പെടുത്തിയിട്ട് മാത്രം ഇൻവെൻട്രി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക. ഇത് എല്ലാവരും ശ്രദ്ധിക്കണം.